ത്രിയേക ദൈവത്തിന് സ്തുതി. അവിടുത്തെ പൊന്നുനാമം മാത്രം മഹത്വപ്പെടാനിട വരട്ടെ. ഒരു പ്രാവശ്യം കൂടി ജീവനുള്ളതും ജീവിപ്പിക്കുന്നതും സമാധാനം തരുന്നതും സന്തോഷം കൊണ്ട് നിറയ്ക്കുന്നതുമായ ദൈവവചനത്തിൻ്റെ മുമ്പാകെ വരുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചുവല്ലോ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിച്ച് സ്തോത്രം ചെയ്തുകൊണ്ട് തിരുവചനം ധ്യാനിക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 5-ഉം 6-ഉം വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിടവാങ്ങൽ പ്രസംഗമാണിത്. താൻ ചേർത്ത് നടത്തിക്കൊണ്ടിരുന്ന 12 ശിഷ്യന്മാരിൽ യൂദസ്കറിയോത്ത പിരിഞ്ഞുപോയി. ബാക്കി 11 പേരെ ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു അവർക്ക് സ്നേഹത്തിൻ്റെ ഭാഷ, സ്നേഹം പകർന്നു കൊടുക്കുകയാണ്, സമാധാനം പകർന്നു കൊടുക്കുകയാണ്, ധൈര്യം പകർന്നു കൊടുക്കുകയാണ്. എൻ്റെ മക്കളെ, നിങ്ങൾ ആരാണ്? ഞാൻ ആരാണ്? ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ അതിൻ്റെ ചില്ലിക്കൊമ്പുകളുമാണ്. ആരാണ് ഞാൻ മുന്തിരിവള്ളി എന്ന് പറയുന്നത്? ഈ ലോകത്തിൻ്റെ ഉടയവൻ, സർവചരാചരങ്ങളുടെയും സൃഷ്ടാവ്, സകലത്തെയും സൃഷ്ടിച്ച് അതാതിൻ്റെ സ്ഥാനത്ത് നിലനിർത്തുന്ന ജീവനുള്ള ദൈവം പറയുകയാണ്: കുഞ്ഞുങ്ങളെ, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും. കൊമ്പുകൾക്ക് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്പാൻ കഴിയുകയില്ല. കാരണം ആ മുന്തിരിവള്ളിയിൽ കൂടി വരുന്ന വളവും, മുന്തിരിവള്ളി വലിച്ചെടുക്കുന്ന വളവും വെള്ളവും ഈ ചില്ലിക്കൊമ്പിലേക്ക് ചെന്നാലേ ചില്ലിക്കൊമ്പിന് വളരെ ഫലവും സമൃദ്ധമായ ഫലവും കായ്ക്കാൻ കഴിയുള്ളൂ. അതവർ സാധാരണ കാണുന്ന കാഴ്ചയാണ്. അപ്പോൾ അവരോട് പറയുകയാണ്, ഈ മുന്തിരിവള്ളിയായ എൻ്റെ ദിവ്യ സ്വഭാവം നിങ്ങളിലേക്ക് പകരണമെങ്കിൽ, നിങ്ങൾ ഫലം പ്രാപിക്കുന്നവരായി തീരണമെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ ഫലത്താൽ നിങ്ങൾ നിറഞ്ഞു കവിയണമെങ്കിൽ, മക്കളെ, നിങ്ങൾ എന്നോട് പറ്റിച്ചേർന്ന് വസിക്കണം. മുന്തിരിവള്ളിയും ചില്ലിക്കൊമ്പുകളും. പ്രിയരെ, നാം ആരാണ്? എത്ര ഭാഗ്യശാലികളാണ്! നമ്മുടെ സൃഷ്ടാവാൻ ദൈവത്തിൻ്റെ ഒരു പറ്റിച്ചേർന്നിരിക്കുന്ന ചില്ലിക്കൊമ്പുകളാകുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. അനേകർക്ക് ലഭിക്കാത്ത ഭാഗ്യം. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. പിന്നത്തെ വാക്യം, 6-ാം വാക്യം നമുക്ക് വായിക്കാം: എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. അങ്ങനെ ഒരു അവസ്ഥയുണ്ട് പ്രിയപ്പെട്ടവരെ. കർത്താവായ യേശുക്രിസ്തുവിനോട്, ഈ മുന്തിരിവള്ളിയോട് പറ്റിച്ചേർന്ന് നിന്നില്ലെങ്കിൽ ഒരു കൊമ്പ് പോലെ, ഉണങ്ങിയ കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അത് ചുട്ടുകളയാനല്ലാതെ ഒന്നിനും കൊള്ളുകയില്ല. എൻ്റെ കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കുന്ന അവസ്ഥ. പ്രിയപ്പെട്ടവരെ, നമുക്കങ്ങനെയൊന്ന് അഭിമാനിക്കാൻ പറ്റുമോ? നമ്മുടെ ഏത് പ്രതികൂലത്തിൻ്റെ സമയത്തും, നിരാശയിൽ നമ്മളങ്ങ് തളർന്നു പോകുമ്പോഴും, അല്ല നമുക്ക് സന്തോഷ തികവുണ്ടാവുമ്പോഴും, എല്ലാം സമൃദ്ധിയായി ദൈവം തരുമ്പോഴും, ആ മുന്തിരിവള്ളിയോട്, കർത്താവായ യേശുക്രിസ്തുവിനോട് പറ്റിയിരിക്കുന്ന അവസ്ഥ, അത് നാം എത്ര പേര് പ്രാപിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ? ദൈവത്തിന് സ്തോത്രം. നാം ഓരോരുത്തരും ആ ഒരവസ്ഥ പ്രാപിക്കാൻ കരുണയുള്ള കർത്താവ് ആഗ്രഹിക്കുന്നു. 91-ാം സങ്കീർത്തനം അതിൻ്റെ 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നു: അവൻ നിങ്ങളോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ. നാം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് വിടുവിക്കപ്പെടണം. പിശാചിൻ്റെ കെണിയിൽ നിന്നും, ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്നും, സകല രോഗങ്ങളിൽ നിന്നും നമുക്കൊരു വിടുതൽ പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുള്ള ഒരു മാർഗമാണ് കർത്താവായ യേശുക്രിസ്തുവിനോടങ്ങ് പറ്റിച്ചേർന്നിരിക്കുക. ഈ വചനമായ യേശുവിനോട്, വചനത്തോടങ്ങ് പറ്റിച്ചേർന്നിരിക്കുക. അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. ഉയർത്തപ്പെടുവാനും നാം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നാം എത്ര പേര് കർത്താവിനെ അതുപോലെ മനസ്സിലാക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ? അതുപോലെ
സങ്കീർത്തനക്കാരൻ ദാവീദ് 34 സങ്കീർത്തനത്തിൽ പാടുന്നു, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. രുചിച്ചറിയുക, അനുഭവിച്ചറിയുക, ഈ യേശുവിൻ്റെ സ്നേഹത്തെ അനുഭവിച്ച് രുചിച്ചറിയുക, അങ്ങനെയുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. 61 സങ്കീർത്തനം 8 വാക്യത്തിൽ ആ സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ട് തന്നെ യഹൂദ മരുഭൂമിയിൽ വെച്ച് ദാവീദ് രചിച്ചത്, പാടിയത്. യഹൂദ മരുഭൂമിയിൽ സ്വന്തം മകനാൽ വേട്ടയാടപ്പെട്ട് ദാവീദ് രാമാനം ഓടിപ്പോവുകയാണ്. മരുഭൂമിയിലെ വരണ്ട അവസ്ഥ, ശരീരത്തിനും മനസ്സിനും വരണ്ട അവസ്ഥ. ആ സമയത്ത് ദാവീദ് പാടുന്നു, എൻ്റെ ഉള്ളം യഹോവയോട് പറ്റിയിരിക്കുന്നു, എൻ്റെ ഉള്ളം യഹോവയോട് പറ്റിയിരിക്കുന്നു, അവൻ്റെ വലങ്കൈ എന്നെ താങ്ങുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പൂർവിക പുണ്യപിതാക്കന്മാർ അനുഭവിച്ചറിഞ്ഞ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ നിസ്തുല സ്നേഹം. പ്രിയരെ, നാം എന്തുമാത്രം നാം അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരല്ലേ. ഈ യേശുവിൻ്റെ സ്നേഹത്തെ അറിവാൻ, ഈ യേശുവിൻ്റെ സാമീപ്യം കൊതിക്കുവാൻ, ഈ യേശുവിൻ്റെ സാന്നിധ്യം രുചിച്ചറിയുവാൻ ഏത് പ്രതികൂല കാലാവസ്ഥയിലും പ്രതികൂല സാഹചര്യങ്ങളിലും എൻ്റെ ഉള്ളം യഹോവയോട് പറ്റിയിരിക്കുന്നു എന്ന് പറയുവാൻ നമുക്ക് എത്ര പേർക്ക് കഴിയും പ്രിയപ്പെട്ടവരെ? അല്ലെങ്കിൽ നാം അത് പ്രാപിച്ചെടുക്കണം. ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ, എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ. പ്രിയരെ, നാം അത് പറഞ്ഞാൽ പോരാ, വായിച്ചാൽ പോരാ, കാണാതെ പഠിച്ചാൽ പോരാ, സ്വന്തം അനുഭവമാക്കി എടുക്കണം. എൻ്റെ ഉള്ളം യഹോവയോട് പറ്റിയിരിക്കുന്നു, അവൻ്റെ വലങ്കൈ എന്നെ താങ്ങുന്നു. മരുഭൂയാത്രയാണ്, ചുട്ടുപൊള്ളുന്ന മണലാരത്തിൽ കൂടി പിന്നാലെ മകൻ്റെ സൈന്യം വരുമെന്ന് പേടിച്ച്, തന്നെ കൊല്ലുമെന്ന് പേടിച്ച് ഓടുന്ന അവസ്ഥയിലാണ് ദാവീദ് ഇങ്ങനെ പാടിയത്. നമുക്ക് നമ്മുടെ പൂർവിക പുണ്യപിതാക്കന്മാരിലേക്ക് നോക്കിയാൽ സംഖ്യാപുസ്തകം 32-11-12 വാക്യങ്ങൾ, നമ്മുടെ പിതാക്കന്മാർ ദൈവത്തോട് പറ്റിയിരുന്നുകൊണ്ട് അവർക്ക് എന്താണ് കിട്ടിയത്? സംഖ്യാപുസ്തകം 32 അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. കെനിസ്യനായ യെഫുന്നയുടെ മകൻ കാലേബും നൂന്റെ മകൻ യോശുവയും യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് അവരല്ലാതെ മിസ്രയീമിൽ നിന്ന് പോന്നവരിൽ 20 വയസ്സ് മുതൽ മേലോട്ടുള്ള ഒരുത്തനും ഞാൻ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തെ കാണുകയില്ല. അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തെ, ആ കനാൻ ദേശത്തെ, പാലും തേനും ഒഴുകുന്ന ദേശത്തെ, അവരുടെ വാഗ്ദത്ത ദേശത്തെ അവർ എന്തിനു വേണ്ടിയിട്ടാണോ ആ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ച് കൊണ്ടുവന്നത്, ആ ദേശത്തെ അവർ കാണുകയില്ല. നൂൻ്റെ മകനായ യോശുവയും കാലേബും മാത്രം കാണും. അതിൻ്റെ കാരണം പറ്റിച്ചേർന്നിരുന്നു. പ്രിയരെ, നാം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഇത്രമാത്രം ദൈവമായ യഹോവയോട് പറ്റിച്ചേർന്ന് നടന്ന ജനം, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട ജനം, നാം പുറപ്പാട് പുസ്തകത്തിലൊക്കെ വായിക്കുന്നുണ്ട്. 3 അധ്യായം, ഞാൻ അവരുടെ കഷ്ടത കണ്ടു, അവരുടെ നിലവിളി കേട്ടു, അവരെ വിടുവിപ്പാൻ, ഫറവോൻ്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ ഞാൻ ഇറങ്ങി വന്ന് സീനായി മലമേൽ ആ എരിയുന്ന മുൾച്ചെടിമേൽ നിന്നുകൊണ്ട് മോശയോട് കൽപ്പിച്ചു. മോശയെ അതിനുവേണ്ടി നിയോഗിച്ചയച്ചു, അധികാരപ്പെടുത്തി അയച്ചു. എന്തെല്ലാം അത്ഭുതങ്ങൾ കണ്ട മനുഷ്യരാണ്, അടയാളങ്ങൾ കണ്ട മനുഷ്യരാണ്. ചെങ്കടൽ വിഭാഗിക്കുന്നത് കണ്ടതല്ലേ? ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്നും അവരെ എങ്ങനെയാണ് കൊണ്ടുവന്നത്? അതുപോലെ കൈക്കുമ്പിളിൽ വഹിച്ചു കൊണ്ടുവന്ന ജനം ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടു. ആ സമയത്ത് അവരുടെ പിന്നാലെ വന്ന ഫറവോൻ്റെ സൈന്യം മുങ്ങിച്ചത്തു. അവർ സ്തുതി പാടിയവരാണ്. എന്നിട്ടോ പിന്നെയുള്ള നാളുകളിലൊക്കെയും കർത്താവ് അവരെ എങ്ങനെയാണ് കൂടെ നിന്ന് നയിച്ച ജനമാണ്. പ്രിയപ്പെട്ട ജനം. അവർക്ക് മന്നായും കാടപ്പക്ഷിയും കൊടുത്തു. അവർക്ക് ഒരു വലിയൊരു കനാൽ സിസ്റ്റം അവർക്ക് വേണ്ടി തുറന്നു കൊടുത്തു. അവർക്ക് എല്ലാം കൊടുത്തു. പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും അവരോട് കൂടെ ഇരുന്ന നിത്യനായ ദൈവം, സ്നേഹസമ്പന്നനായ ദൈവം. ആ ദൈവമാണ് ഇപ്പോൾ എത്ര വേദനയോടെയായിരിക്കും പറയുന്നത്. എന്താണ്? കാലേബും യോശുവയുമല്ലാതെ ഈ ജനം, 20 വയസ്സിൽ മുകളിലുള്ള ജനം ഒന്നും വാഗ്ദത്ത ദേശത്തെത്തുകയില്ല. പ്രിയപ്പെട്ടവരെ, നാം എത്ര സൂക്ഷിക്കണം,
എത്ര കരുതണം. നാമും അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടവരാണ്. എന്തുമാത്രം പേര് പിശാചിൻ്റെ വലയിൽപ്പെട്ട് അലിയുകയും ഉലയുകയും ചെയ്ത് എന്തുമാത്രം മനുഷ്യർ മാനസാന്തരപ്പെടുന്നത് നമ്മുടെ കണ്ണാലെ കണ്ടവരാണ്. ദൈവം നമ്മുടെ മധ്യത്തിൽ എന്തുമാത്രം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തവരാണ്. പക്ഷേ അല്പം എന്തെങ്കിലും തിക്താനുഭവം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമുക്ക് ദാവീദിനെ പോലെ പറയാൻ പറ്റുമോ? മരുഭൂമിയുടെ അനുഭവം നമുക്കുണ്ടായെങ്കിൽ ദാവീദിനെ പോലെ നമുക്ക് പറയാൻ പറ്റുമോ, എൻ്റെ ഉള്ളം യഹോവയോട് പറ്റിയിരിക്കുന്നുവെന്ന്? വീണ്ടും ആവർത്തന പുസ്തകം 4:4 നാം വായിക്കുന്നു, ഇതുപോലെ അവർ പറ്റിയിരിക്കയാൽ ജൈവം ചെയ്ത ആ കരുണ പറ്റിയിരിക്കയാൽ. ആവർത്തനം 4:4 നമുക്കൊന്ന് വായിക്കാം. എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പറ്റിച്ചേർന്നിരുന്ന നിങ്ങളൊക്കെയും ഇന്ന് ജീവനോടിരിക്കുന്നു. നിങ്ങളൊക്കെയും ഇന്ന് ജീവനോടെ ഇരിക്കുന്നു. വാഗ്ദത്ത കനാൻ ദേശം കിട്ടണമെങ്കിൽ പറ്റിച്ചേർന്നിരിക്കണം. സ്വർഗ സിയോനിൽ നമുക്കും പ്രവേശനം കിട്ടണമെങ്കിൽ പറ്റിച്ചേർന്നിരിക്കണം. പ്രധാനദൂതൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ, ദൈവത്തിൻ്റെ കാഹളധ്വനി മുഴങ്ങുമ്പോൾ പറന്നുയരണമെങ്കിൽ നമുക്കും പരിശുദ്ധാത്മാവാൻ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കണം. ഇവിടെയുള്ള ജീവിതത്തിനോ, ഇവിടെ സമൃദ്ധിയായ ജീവൻ ലഭിപ്പാനോ, ഇവിടെ നല്ലവണ്ണം ജീവിപ്പാനോ, യേശുവിൻ്റെ ആത്മാവിൽ ജീവിപ്പാനോ എന്തു വേണം? ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കണം. പ്രിയപ്പെട്ടവരെ, നാം എത്ര പേരിങ്ങനെ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നിട്ടുണ്ട്? ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നാൽ അവൻ ആരെന്ന് നമ്മെ വെളിപ്പെടുത്തി തരും. യോഹന്നാൻ്റെ സുവിശേഷം 14:21 നാം വായിക്കുന്നു, എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാൻ അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. കർത്താവ് വെളിപ്പെടുത്തി തന്നാലേ പ്രിയപ്പെട്ടവരെ നമ്മൾ യേശു ആരെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നാം ആരോടെങ്കിലും ചോദിച്ചാൽ യേശുവിനെ അറിയോ? പിന്നെ യേശു എൻ്റെ പ്രാർത്ഥന കേട്ടു, യേശു എനിക്ക് വിസ ശരിയാക്കി തന്നു, യേശു എൻ്റെ രോഗം സൗഖ്യമാക്കി, എൻ്റെ കടബാധ്യത മാറ്റി തന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് യേശുവിനെ പറ്റി വാതോരാതെ. ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, ഞാൻ യേശുവിന് വേണ്ടി അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും പ്രിയപ്പെട്ടവരെ. പക്ഷേ അന്ന് യെശയ്യാ പ്രവാചകനിൽ കൂടി ദൈവം അരുളി ചെയ്തു. കർത്താവ് അത് മർക്കോസിൻ്റെ സുവിശേഷം 7-ാം 6-ാം വാക്യത്തിൽ അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു വാക്യമുണ്ട്. നമുക്കതൊന്ന് വായിച്ചു കേൾക്കാം. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, കപടഭക്തിക്കാരായ നിങ്ങളെക്കുറിച്ച് യെശയ്യാവ് പ്രവചിച്ചത് ശരി. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. എങ്കിലും അവരുടെ ഹൃദയം എങ്കൽ നിന്ന് ദൂരത്ത് അകന്നിരിക്കുന്നു. എങ്കിലും അവരുടെ ഹൃദയം എങ്കൽ നിന്ന് ദൂരത്ത് അകന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം കൂട്ടായ്മ ആചരിക്കുന്നവരാണ്, വചനം പഠിക്കുന്നവരാണ്, വചനം ധ്യാനിക്കുന്നവരാണ്. നമ്മെ നോക്കി സ്വർഗത്തിലെ ദൈവം, നമ്മുടെ പ്രാണപ്രിയനായ യേശു, ചങ്കിലെ ചോര മുഴുവൻ ഊറ്റിത്തന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങിയ നമ്മുടെ ജീവനുള്ള ദൈവം നമ്മെ നോക്കി വിതുമ്പുമോ? പ്രിയപ്പെട്ടവരെ, ഇവർ അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും ഇവരുടെ ഹൃദയം ദൂരത്തകന്നിരിക്കുന്നു. അതെയോ, നമ്മെ നോക്കി പറയുമോ, അവൻ്റെ ഉള്ളം എന്നോട് പറ്റിയിരിക്കുന്നുവെന്ന്? പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ അവസ്ഥ എന്ത്? നാം ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മിലേക്ക് തന്നെ നോക്കുക. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും അറിയാതെ വാസ്തവമായും 44 വർഷക്കാലം ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചു. എങ്ങനെ? എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും, സഭ കൽപ്പിച്ചിരിക്കുന്നതെല്ലാം നോക്കും, സൺഡേ സ്കൂളിൽ പഠിച്ചു, 10 ക്ലാസ് പഠിച്ചു, അസോസിയേഷൻ പ്രൈസ് കിട്ടി, പാസ്സായി. ഞാൻ ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ യേശുവിനെ അറിയില്ല എന്ന് ഞാൻ പറയുമോ? പിന്നെ ഞാൻ യേശുവിനെ അറിയും, അങ്ങനെ മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ ഈ വചനത്തിൻ്റെ മുമ്പാകെ വന്നപ്പോഴാണ് എൻ്റെ യേശു ആരാണ്, എൻ്റെ യേശു എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത്. അന്ന് യോഹന്നാൻ സ്നാപകൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു യേശുവിനെ, ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന്. പ്രിയപ്പെട്ടവരെ, ആരാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു? കർത്താവിന് വലിയ കൊതിയാണ് യേശുവിനെ നാം അറിയണമെന്ന്. യേശു ആരാണ്, എന്ത് ചെയ്തു എന്ന് നാം അറിയണമെന്ന്. ഒരിക്കൽ മത്തായിയുടെ സുവിശേഷം തന്നെ 16-ാം അധ്യായത്തിൽ കർത്താവ് ചോദിച്ചു, ഈ മനുഷ്യർ എന്നെ എന്തു പറയുന്നു? ഈ മനുഷ്യർ എന്നെ എന്താ പറയുന്നത്? അപ്പം അന്നേരം ചിലർ ശിഷ്യന്മാർ പറഞ്ഞു, ചിലർ യിരെമ്യാ പ്രവാചകനെന്ന്,
ചിലർ വേറെ ഏതോ പ്രവാചകന്മാരാണെന്ന്. പക്ഷേ യേശുവിന് കൊതി. യേശു ചോദിച്ചു, നിങ്ങൾ എന്നെപ്പറ്റി എന്തു പറയുന്നു? ഉടനെ ശീമോൻ പത്രോസ് ചാടി പറഞ്ഞു, നീ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു, നീ ദൈവത്തിൻ്റെ പുത്രനായ, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. വർഷങ്ങൾക്ക് ശേഷം വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ തൻ്റെ ലേഖനം എഴുതുമ്പോൾ 1 പത്രോസ് 2:24 വാസ്തവമായും യേശു ആരാണ് എന്ന് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് പറഞ്ഞു, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവിടുത്തെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന്. നമ്മുടെ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് പ്രിയപ്പെട്ടവരെ, നാം പാപം സംബന്ധിച്ച് മരിക്കണം. ഒരു പാപം പോലും നമ്മെ തൊടരുത്. ഒരു സ്വാർത്ഥതയോ അഹങ്കാരമോ തന്നിഷ്ടമോ അസൂയയോ പകയോ പിണക്കമോ ഒന്നും, ഒരു പാപം പോലും, ഒരു ഹൃദയത്തിൽ വേണ്ടാത്ത മോഹങ്ങൾ, കൊതികൾ, ആഗ്രഹങ്ങൾ, ഇച്ഛകൾ, മോഹങ്ങൾ കർത്താവ് തരാത്ത ഒന്നും നമുക്ക് വേണ്ട പ്രിയപ്പെട്ടവരെ. ഈ തായ്തണ്ടായ മുന്തിരിവള്ളിയോട് പറ്റിച്ചേർന്ന് നിൽക്കണമെങ്കിൽ, ആ ദിവ്യ സ്വഭാവങ്ങൾ നമ്മിലൂടെ ഒഴുകണമെങ്കിൽ, ഒരു പാപത്തിൻ്റെ കണിക പോലും, ഒരു ഹൃദയ പാപം പോലും നമുക്ക് വന്നുകൂടെ പ്രിയപ്പെട്ടവരെ. അതിനായി നാം ഓരോ നിമിഷവും പാപം ചെയ്യാതിരിക്കാൻ നമ്മൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണം. പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കുന്നു. നമ്മൾ എത്ര പേര് ഇങ്ങനെയൊരു കൊതിയോടുകൂടി ജീവിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മെ നോക്കി കർത്താവ് പറയണം, അവൾ അല്ലെങ്കിൽ അവൻ എനിക്കുള്ളവളാന്ന്. വാസ്തവത്തിൽ നാം ആരാണ്? പൗലോസ് അപ്പോസ്തലൻ രുചിച്ചറിഞ്ഞുകൊണ്ട് പറഞ്ഞു 2 കൊരിന്ത്യർ 11:2 ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവരാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് എത്ര പേർക്ക് ആ ഒരു ഉള്ളിലൊരു തേങ്ങലുണ്ട്. ഞാൻ ആരാണ്? എൻ്റെ ദൈവം ആരാണ്? ഞാൻ ആരാണ്? ഞാൻ അവിടുത്തെ മണവാട്ടിയാകാൻ പോകുന്ന വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട കന്യകയാണ്. വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട കന്യക. അത് ഒരേ ഒരു ചിന്ത, ഒരേ ഒരു ആഗ്രഹം, ഒരേ ഒരു കൊതി, പ്രാണപ്രിയനോട് ചേരണം, അരുമ മണവാളിനോട് ചേരണം. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് അങ്ങനെയാണോ ജീവിക്കുന്നത്? നാം അങ്ങനെയാണോ? വാസ്തവത്തിൽ ഈ പറ്റിച്ചേർന്ന് ഈ ദൈവസ്നേഹം പിടികിട്ടാത്തത് കൊണ്ട് മാത്രം ഔട്ടർ ഡാർക്ക്നെസ്സിലേക്ക് പോയ ഒരാളെ പറ്റി നമ്മൾ മിസ്റ്റർ മത്തായിയുടെ സുവിശേഷം 25 താലന്തുകളുടെ ഉപമയിൽ കർത്താവ് പറഞ്ഞു. കർത്താവ് സ്വന്തം നാവുകൊണ്ട് പറഞ്ഞതാണ്. ദൂരദേശത്ത് യാത്രയാകുകയാണ് ഒരു യജമാനൻ. അവൻ്റെ അടിമകളെ, ദാസന്മാരെയൊക്കെ യജമാനനറിയാം. അവൻ്റെ പ്രാപ്തി അറിയാം. എല്ലാവരെയും സ്നേഹിക്കുന്ന യജമാനൻ അവരുടെ പ്രാപ്തി പോലെ അവർക്ക് കൊടുത്തു. അവരുടെ പ്രാപ്തി പോലെ. ഒരുത്തിന് 5 താലന്ത്, ഒരുത്തിന് 2 താലന്ത്, ഒരുത്തിന് 1 താലന്ത്. ആ യജമാനിൻ്റെ സ്നേഹം ആദ്യത്തെ 2 പേർക്കും മനസ്സിലായി. നാം വായിക്കുന്നത് ഉടനെ ചെന്ന് വ്യാപാരം ചെയ്തു. താലന്ത് കൊണ്ട് ഒട്ടനെ വ്യാപാരം, കിട്ടിയ ഉടനെ വ്യാപാരം ചെയ്തു. 5 താലന്ത് ലഭിച്ചവൻ 5 തേടി. അപ്പം 2 താലന്ത് ലഭിച്ചവനോ 2 നേടി. 2 പേർക്കും യജമാനൻ്റെ കയ്യിൽ നിന്നും ഒരേ ആശ്വാസവചനം, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാം. 1 താലന്ത് ലഭിച്ചവനോ, അവൻ എന്തു ചെയ്തു? അവൻ ഭയപ്പെട്ടു എന്ന് നാം വായിക്കുന്നു. അവൻ യജമാനെ പറ്റി എന്താണ്? യജമാനൻ്റെ സ്നേഹം അവന് മനസ്സിലായില്ല. യജമാനൻ ആര് എന്നവന് മനസ്സിലായില്ല. ഒരു പിറുവിറുപ്പാണ് അവനുണ്ടായത്. എനിക്ക് 1 താലന്തേ തന്നുള്ളൂ, മറ്റവർക്ക് 5ഉം 2ഉം കൊടുത്തു. എന്തോ ഈ യജമാനന് എന്നോടെന്തോ ഉണ്ട്. ആ ഒരു പിറുവിറുപ്പും ആ ഒരു അപകർഷതാബോധവും ആ ഒരു നിരാശയും കൊണ്ട് അവനെ പിശാച് കീഴടക്കി. അവൻ ആ താലന്ത് ഒളിച്ചു വെച്ചു. അവൻ എന്താണ് യജമാനെ പറ്റി പറയുന്നത്? നമുക്ക് വായിച്ചു കേൾക്കാം. 1 താലന്ത് ലഭിച്ചവനും അടുക്കെ വന്നു. യജമാനെ, നീ വിതയ്ക്കാത്തയിടത്തു നിന്ന് കൊയ്യുകയും വിതറാത്തയിടത്തു നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞു. ഭയപ്പെട്ടു ചെന്ന് നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു. നിന്റേത് ഇതാ, എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. ഭയപ്പെട്ടു. അവൻ യജമാനെ ഭയപ്പെട്ടു. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു.
ആർക്കെങ്കിലും ഭയമുണ്ടോ? എന്തെങ്കിലും കാര്യത്തിൽ ആർക്കെങ്കിലും ഭയപ്പെടുണ്ടോ? പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കുക, നിങ്ങളുടെ ഉള്ളിൽ കർത്താവിനോടുള്ള സ്നേഹത്തിന് എവിടെയോ ഒരു വിടവുണ്ട്. തികഞ്ഞ സ്നേഹം, യേശുവിനോടുള്ള സ്നേഹത്തിലാണോ ഭയം വരികയില്ല. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ഇവനോ ഭയപ്പെട്ടു. ഇവൻ യജമാനൻ്റെ വിശ്വസ്തതയിൽ, യജമാനൻ്റെ സ്നേഹത്തിൽ ആ സ്നേഹത്തെ അവന് അനുഭവിച്ചറിയാൻ കഴിഞ്ഞില്ല. എന്താണ് യജമാനൻ പറയുന്നത്? ആ കൊള്ളരുതാത്ത ദാസനെ എന്നാണ് വിളിക്കുന്നത്. ആ കൊള്ളരുതാത്ത ദാസനെ, ഇംഗ്ലീഷിലെ ലിവിങ് ബൈബിളിൽ പറയുന്നത് അൺപ്രോഫിറ്റബിൾ സെർവൻറ്റ്, ഒരു പ്രയോജനമില്ലാത്ത ദാസൻ. ഒരു പ്രയോജനമില്ലാത്ത ദാസൻ. പ്രയോജനമില്ലാത്ത ദാസനെ എവിടെയാണ്? വെറും നരകത്തിലാണോ? ഔട്ടർ ഡാർക്ക്നെസ്സിൽ, ഏറ്റവും പുറത്തുള്ള കൂരിട്ടിലേക്ക് എറിഞ്ഞുകളെ. അവൻ എന്ത് പാവമാണ് പ്രിയപ്പെട്ടവരെ ചെയ്തത്? അവൻ വ്യഭിചാരം ചെയ്തോ? പുറമെയുള്ള പാപങ്ങൾ, കള്ളം പറഞ്ഞോ? മോഷ്ടിച്ചോ? എന്തെങ്കിലും ചെയ്തോ? അവൻ യജമാനൻ്റെ താലന്ത് അതുപോലെ തിരിച്ചു കൊടുത്തില്ലേ? പക്ഷേ ഒരു കാര്യം, യജമാനൻ്റെ സ്നേഹം, യജമാനൻ ആര് എന്നും മനസ്സിലായില്ല. പ്രിയപ്പെട്ടവരെ, നാം എത്ര സൂക്ഷിക്കണം. ആ സമയത്ത് മിസ്റ്റർ മത്തായി എഴുതിയ സുവിശേഷം തന്നെ 8-ാം അധ്യായത്തിലേക്ക് നാം പോവുകയാണെങ്കിൽ അവിടെ ഒരു ശതാധിപനെ കാണാം. പുറജാതിക്കാരനായ ശതാധിപൻ. ആ ശതാധിപൻ ആരാണ്? ഒരു കമാൻഡറാണ്, റോമൻ സൈന്യത്തിൻ്റെ കമാൻഡറാണ്. പക്ഷേ യേശുവിനെക്കുറിച്ചുള്ള വസ്തുത കേട്ടു. യേശുവിനെ പറ്റി അറിഞ്ഞു എന്നാണ് നാം വായിക്കുന്നത്. അറിഞ്ഞിട്ടോ യേശുവിൻ്റെ അടുക്കൽ ചെന്നു മുട്ടുകുത്തി അവനോട് അപേക്ഷിച്ചു. എൻ്റെ ബാല്യക്കാരന് വെറും അടിമയാണ്. ആ അടിമയ്ക്ക് എന്തെങ്കിലും രോഗം വന്നാൽ ഇതുപോലെ സ്നേഹിക്കേണ്ട കാര്യമൊന്നുമില്ല. എവിടെയെങ്കിലും പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അവനങ്ങ് പുറത്തേക്ക് തള്ളിക്കളയുക. അതാണ് അന്നത്തെ വെപ്പ്. പക്ഷേ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, എൻ്റെ ബാല്യക്കാരന് കഠിനമായി പക്ഷപാതംപ്പെട്ട് കഠിനമായി വേദനപ്പെട്ട് കിടക്കുന്നു, ഒന്ന് സൗഖ്യമാക്കുക. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഉടനെ പറഞ്ഞു, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും. ശതാധിപൻ ആഗ്രഹിച്ചത് വന്ന് സൗഖ്യമാക്കാനല്ല, എങ്ങനെയെങ്കിലും ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. അവൻ്റെ ആ വിശ്വാസം. ഉടനെ ശതാധിപൻ പറയുകയാണ്, ഞാൻ അധികാരത്തിന് കീഴിലുള്ള മനുഷ്യൻ. ശതാധിപന് ആ വലിയൊരു കാഴ്ചപ്പാട് കിട്ടി. ഈ ആരാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത്? ഞാൻ ആരുടെ അടുത്താണ് അപേക്ഷയുമായി വന്നത്? അവിടുന്ന് ഈ രോഗത്തിൻ്റെയും ഭൂതങ്ങളുടെ മേലും സകലത്തിൻ്റെ മേലും അധികാരമുള്ള ദൈവപുത്രനാണെന്ന് അറിയുവാൻ ഒരു ഭാഗ്യം ലഭിച്ചു. അതേ പ്രിയപ്പെട്ടവരെ, നാമും ഈ യേശുവിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഉടനെ ശതാധിപൻ പറയുകയാണ്, അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ഒരു വാക്ക്. വീട്ടിൽ വരണ്ട, തലയിൽ കൈവയ്ക്കണ്ട. എനിക്കും അധികാരമുള്ള ആളാണ് ഞാൻ. എൻ്റെ ദാസനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു, പോക എന്ന് പറഞ്ഞാൽ പോകുന്നു. അവിടുന്നും അധികാരമുള്ളവരാണ്. ഈ രോഗത്തിൻ്റെ മേൽ, ഈ ശാപത്തിൻ്റെ മേൽ, പിശാചിൻ്റെ മേൽ എല്ലാം അധികാരമുള്ള ദൈവപുത്ര, അവിടുന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ മകന് സൗഖ്യം വരും. ആ വിശ്വാസം കണ്ടിട്ട് നിന്റെ വാക്കുപോലെ നിനക്ക് ഭവിക്കട്ടെ. ആ നാഴികയിൽ തന്നെ അവൻ്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മക്കളോ ഭർത്താക്കന്മാരോ ആരെങ്കിലും ദൂരത്തായിരിക്കുന്നുണ്ടോ? ദൈവസന്നിധിയിൽ നിന്ന് ദൂരത്തായിരിക്കുന്നുണ്ടോ? ആ ശതാധിപൻ്റെ ഭൃത്യൻ ഒരിക്കലും അടുത്തു വന്നില്ല. അവനെ കൂടെ കൊണ്ടുവന്നില്ല. ദൂരത്തായിരുന്നു. ഇന്ന് ആരെങ്കിലും ദൂരത്തായിരിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വാസത്തിൽ ഉറയ്ക്കുക. കാൽവരി ക്രൂശിൻ ചുവട്ടിലേക്ക് വരിക. ഒരു സമർപ്പണം എടുക്കുക. ഇന്നു മുതൽ ഈ മുന്തിരിവള്ളിയായ കർത്താവായ യേശുക്രിസ്തുവിനോട് ഞാൻ പറ്റിച്ചേർന്ന് നിൽക്കും. ആ സ്നേഹത്തിൽ നിന്ന് എന്നെ പിൻവലിക്കാൻ ആർക്കും സാധ്യമല്ല. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ, ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ, ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഈ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിടിപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉറച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ ഒരു സമർപ്പണം നിങ്ങൾക്ക് എടുക്കാവോ? ഇന്നു മുതൽ എന്തു വന്നാലും, എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം കേടുകളോ കെടുതികളോ വന്നാലും, പിശാച് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ വരുത്തിയാലും, എൻ്റെ പാപത്തിൽ അവകാശം പറഞ്ഞ് എന്തെല്ലാം പിശാച് വരുത്തിയാലും, ഈ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ ആർക്കും കഴിയില്ല. ആ ഒരു സമർപ്പണം നോക്കിയെടുക്കാം. ഇന്നു മുതൽ അൻപുള്ള രക്ഷിതാവേ, കരുണയുള്ള പിതാവേ, മനസ്സലിവുള്ള തമ്പുരാനെ, അങ്ങയോട് പറ്റിച്ചേർന്ന് അവിടുത്തെ ദിവ്യ സ്നേഹത്താൽ ദിവ്യ സ്വഭാവത്താൽ നിറഞ്ഞ് ഞങ്ങൾ ജീവിക്കും. ആ ഒരു സമർപ്പണം എടുക്കുന്നു. ഞങ്ങളുടെ സമർപ്പണത്തിന്മേൽ അവിടുത്തെ കരുണയുള്ള കരം വയ്ക്കണമേ. ആ സ്നേഹം ഞങ്ങളിലൂടെ ഒഴുകണമേ.
ആ കൃപ ഞങ്ങളിലൂടെ ഒഴുകണമേ. ആ തിരുരക്തത്താൽ ഞങ്ങളെ മുദ്ര കുത്തണമേ. ഇന്നു മുതൽ കർത്താവേ, അവിടുത്തെ അടിമകളായി ഞങ്ങൾ ജീവിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മാത്രം മഹത്വപ്പെടാനിട വരട്ടെ. സ്തോത്രം.